5000-ലേറെ വർഷങ്ങൾക്ക് മുമ്പേയുണ്ടായ ഒരു മഹാകാവ്യം ഈ 21-ാം നൂറ്റാണ്ടിലും സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നു. ഇന്നും അതിലെ ഓരോ ഭാഗങ്ങളെക്കുറിച്ചും പലതരത്തിലുള്ള പഠനങ്ങൾ നടക്കുന്നു. ഒരുപാട് പേരുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറുന്നു. അതിനെക്കുറിച്ചുള്ള ഓരോ ആവിഷ്കാരങ്ങളും അനേകായിരം വായനക്കാരെയും കാഴ്ചക്കാരെയും സൃഷ്ടിക്കുന്നു. അതിനെക്കുറിച്ച് പരാമർശിക്കുന്ന ചെറിയൊരു രംഗം പോലും നിറകയ്യടികളോടെ ആഘോഷിക്കപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസ കാവ്യം മഹാഭാരതം. എന്താണ് മഹാഭാരതം? എന്താണ് അതിനിത്ര പ്രത്യേകത? മഹാഭാരതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ വലിപ്പം തന്നെയാണ്. ഇതിൽ 1,00,000-ലധികം ശ്ലോകങ്ങൾ അടങ്ങിയിരിക്കുന്നു. മറ്റു ലോകോത്തര ഇതിഹാസങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ മഹാഭാരതത്തിന്റെ വലിപ്പം വ്യക്തമാകും. ഹോമറിന്റെ ഇതിഹാസങ്ങളായ ഇലിയഡ്, ഒഡീസി എന്നിവ രണ്ടും ചേർത്തുവെച്ചാൽ വരുന്നതിന്റെ ഏകദേശം 10 ഇരട്ടി വലിപ്പമുണ്ട് മഹാഭാരതത്തിന്. ഭാരതത്തിന്റെ മറ്റൊരു ഇതിഹാസമായ രാമായണത്തേക്കാൾ 4 ഇരട്ടി വലിപ്പമേറിയതാണ് മഹാഭാരതം. പ്രധാന കഥയായ പാണ്ഡവ-കൗരവ യുദ്ധത്തിനു പുറമെ നളദമയന്തി, ശകുന്തള, സാവിത്രി, സത്യവാൻ, ഋഷി രാജാക്കന്മാർ, ദേവ-അസുര കഥകൾ തുടങ്ങി 100-ലധികം ചെറുതും വലുതുമായ ഉപകഥകൾ ഈ ഇതിഹാസത്തിൽ അടങ്ങിയിരിക്കുന്നു. ഏകദേശം 2000-ലധികം കഥാപാത്രങ്ങളും മഹാഭാരതത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട്. കൃഷ്ണദ്വൈപായന വ്യാസൻ അഥവാ വേദവ്യാസനാണ് മഹാഭാരതം രചിച്ചത്. അദ്ദേഹം ഇതിഹാസത്തിലെ ഒരു കഥാപാത്രം കൂടിയാണ്. കുരുക്ഷേത്ര യുദ്ധത്തിനുൾപ്പെടെ സാക്ഷ്യം വഹിച്ച വ്യാസൻ ഗണപതിയുടെ സഹായത്തിലാണ് ഈ ബൃഹത് ഗ്രന്ഥം രചിച്ചത് എന്നാണ് വിശ്വാസം. മഹാഭാരത കഥയിൽ തന്നെ പരാമർശിക്കുന്ന ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും സ്ഥാനങ്ങൾ, ഗ്രഹണങ്ങൾ തുടങ്ങിയ ജ്യോതിശാസ്ത്രപരമായ സൂചനകൾ പ്രകാരം ജ്യോതിശാസ്ത്ര വിദഗ്ധരുടെ അഭിപ്രായത്തിൽ BC 3102-ലാണ് കുരുക്ഷേത്ര യുദ്ധം നടന്നത്. അതായത് ഏകദേശം 5000 വർഷങ്ങൾക്ക് മുൻപാണ് ഈ ഇതിഹാസം നടന്നതെന്ന് കണക്കാക്കപ്പെടുന്നു. ജയ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഇതിൻ്റെ ഏറ്റവും പഴയ രൂപം BC 8-നും 9-നും ഇടയിൽ രൂപപ്പെടുകയും പിന്നീട് 1,00,000 ശ്ലോകങ്ങളുള്ള മഹാഭാരതം അതിൻ്റെ അന്തിമ രൂപം പ്രാപിച്ചത് AD 3-4 നൂറ്റാണ്ടുകൾക്കിടയിൽ ഗുപ്തകാലഘട്ടത്തിലാണ്. അതായത് 5000 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഈ ഇതിഹാസം ഇന്ന് നാം കാണുന്ന പൂർണ്ണരൂപത്തിൽ രചിക്കപ്പെട്ടത് ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പാണ്. അതിനാൽ വേദവ്യാസൻ എന്നത് മഹാഭാരതത്തിന് മൂലരൂപം നൽകിയ ആദ്യ കവിയെയോ അല്ലെങ്കിൽ ഈ രചനകളെല്ലാം സമാഹരിച്ച പണ്ഡിതരുടെ ഒരു പ്രതീകാത്മക നാമമോ ആയിരിക്കാമെന്നും കരുതുന്നു. നിരവധി കഥാപാത്രങ്ങളുള്ള മഹാഭാരതത്തിൽ ഓരോരുത്തർക്കും അവരവരുടേതായ വ്യക്തിത്വമുണ്ട്. പൂർണ്ണമായും നല്ലവരായോ പൂർണ്ണമായും മോശമായോ ആരെയും കാണാനാവില്ല. എല്ലാ കഥാപാത്രങ്ങളിലും നന്മയും തിന്മയുമുണ്ട്. ഓരോ കഥാപാത്രത്തിൻ്റെയും കാഴ്ചപ്പാടിലൂടെ നോക്കിക്കണ്ടാൽ ആ കഥാപാത്രത്തിൻ്റെ ഭാഗമാണ് ന്യായമെന്ന് തോന്നിക്കുന്ന വിധത്തിലാണ് അവരെ അവതരിപ്പിക്കുന്നത്. മനുഷ്യൻ്റെ എല്ലാ സങ്കീർണതകളും ചേർന്ന ജീവസുറ്റ വ്യക്തിത്വമാണ് ഓരോരുത്തർക്കും. ഈ സ്വഭാവങ്ങളാണ് ഇതിഹാസത്തെ ആഴമുള്ളതും കാലാതീതവുമാക്കുന്നത്. ധർമ്മിഷ്ഠനായ യുധിഷ്ഠിരന് ചൂതുകളി എന്ന വലിയൊരു ബലഹീനതയുണ്ടായിരുന്നു. ദുഷ്ടത നിറഞ്ഞ ദുര്യോധനന് നിരുപാധികമായ സ്നേഹവും സൗഹൃദവുമുണ്ടായിരുന്നു. ദാനശീലനായ കർണൻ അസൂയയ്ക്കും ദുരഭിമാനത്തിനും അടിമയായിരുന്നു. ഈ സങ്കീർണത എല്ലാ കഥാപാത്രങ്ങളിലും കാണാൻ കഴിയും. ഈ സവിശേഷതകളാണ് മഹാഭാരതത്തിലെ കഥാപാത്രങ്ങൾ കേവലം പുരാണ കഥാപാത്രങ്ങളായി ഒതുങ്ങാതെ ഏത് കാലഘട്ടത്തിലെയും മനുഷ്യന്റെ അവസ്ഥകളെയും മാനസിക വ്യാപാരങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന പ്രതീകങ്ങളായി നിലനിൽക്കുന്നത്. മഹാഭാരതത്തിൽ പ്രതിപാദിക്കുന്ന സ്ഥലങ്ങളിൽ നടന്ന ഉത്ഖനനങ്ങൾ അതിൻ്റെ ചരിത്രപരമായ നിലനിൽപ്പിലേക്ക് വിരൽ ചൂണ്ടുന്ന സൂചനകൾ നൽകുന്നു.
മഹാഭാരതത്തിലെ ഹസ്തിനപുരത്ത്, അതായത് ഇന്നത്തെ ഉത്തർപ്രദേശിൽ പ്രശസ്ത പുരാവസ്തു ഗവേഷകനായ ബി ലാലിന്റെ നേതൃത്വത്തിൽ 1950കളിൽ നടന്ന ഉത്ഖനനത്തിൽ ആ കാലഘട്ടവുമായി ബന്ധപ്പെട്ട തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഗംഗാനദിയിലെ ഒരു വലിയ വെള്ളപ്പൊക്കത്തിന്റെ ലക്ഷണങ്ങളും ഇവിടെ നിന്ന് കണ്ടെത്തുകയുണ്ടായി. ഇത് മഹാഭാരതത്തിൽ ഹസ്തിനപുരം നശിക്കാൻ കാരണമായി എന്ന് പറയുന്ന വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെടുത്താറുണ്ട്. മഹാഭാരത യുദ്ധം നടന്നതായി വിശ്വസിക്കപ്പെടുന്ന ഹരിയാനയിലെ കുരുക്ഷേത്രത്തിൽ നിന്ന് ഇരുമ്പുയുഗത്തിലെ അസ്ത്രങ്ങളും കുന്തമുനകൾ പോലുള്ള ആയുധങ്ങളും കണ്ടെടുത്തിട്ടുണ്ട്. ഇത് ഒരു യുദ്ധം നടന്നതിന്റെ സൂചനയായി വ്യാഖ്യാനിക്കപ്പെടുന്നു. ഗുജറാത്തിലെ ദ്വാരകയുടെ തീരത്തുനിന്ന് കടലിനടിയിൽ നടത്തിയ പര്യവേക്ഷണങ്ങളിൽ വലിയൊരു നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും അതിന് ഏകദേശം 3500 വർഷത്തിലേറെ പഴക്കവും നിർണയിച്ചിട്ടുണ്ട്. ഇത് മഹാഭാരത കഥയിൽ കടലിനടിയിലായി എന്ന് പറയുന്ന ശ്രീകൃഷ്ണന്റെ ദ്വാരകയാകാമെന്ന് ശക്തമായി വിശ്വസിക്കപ്പെടുന്നു. കൂടാതെ ഉത്തർപ്രദേശിലും ഇന്തോനേഷ്യ, കംബോഡിയ തുടങ്ങിയ പല രാജ്യങ്ങളിലും ചരിത്രപരമായ തെളിവുകൾ കാണാം. അതിനാൽ മഹാഭാരതം ഒരു ബൃഹത്തായ കൃതി എന്നതിലുപരി ചരിത്രപരമായ വേരുകളുള്ള ഒരു ഇതിഹാസം കൂടിയാണ്. മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളും ആശയങ്ങളും ഏതൊരു കാലഘട്ടത്തിലും വളരെ പ്രസക്തമാണ്. സന്തോഷം, ദുഃഖം, വിജയം, പരാജയം, ത്യാഗം, കുടുംബ ബന്ധങ്ങൾ തുടങ്ങി മനുഷ്യജീവിതത്തിന്റെ എല്ലാ സങ്കീർണതകളെയും ധാർമ്മിക പ്രശ്നങ്ങളെയും അതിന്റെ എല്ലാ തലങ്ങളെക്കുറിച്ചും മഹാഭാരതം ആഴത്തിൽ വിശകലനം ചെയ്യുന്നു. ജ്യോതിശാസ്ത്രം, വൈദ്യശാസ്ത്രം, ആയുധനിർമ്മാണം, ഭരണരീതികൾ, വിദ്യാഭ്യാസ രീതികൾ തുടങ്ങിയ വിഷയങ്ങളിൽ വിലപ്പെട്ട വിവരങ്ങളും ഇതിലടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് ലോകത്തുള്ളതെല്ലാം ഇതിലുണ്ട്, ഇതിലില്ലാത്തതൊന്നും മറ്റെവിടെയുമില്ല എന്ന് മഹാഭാരതത്തെക്കുറിച്ച് പൊതുവെ പറയാറുള്ളത്. ലോകത്തുള്ള ഏത് കാര്യങ്ങളെടുത്തു നോക്കിയാലും അതിനു സമാനമായവ മഹാഭാരതത്തിൽ കാണാം. മഹാഭാരതത്തിന്റെ മറ്റൊരു പ്രധാന പ്രത്യേകതയാണ് ഭഗവത്ഗീത. ശ്രീകൃഷ്ണൻ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വച്ച് അർജുനന് നൽകിയ ഉപദേശം. 18 പർവ്വങ്ങളുള്ള മഹാഭാരതത്തിന്റെ ഒത്ത നടുവിലായിയാണ് ഭഗവത്ഗീതയുടെ സ്ഥാനം. മനുഷ്യ മനസ്സിന്റെ ആഴങ്ങളെക്കുറിച്ച് പറയുന്ന മനഃശാസ്ത്ര പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന അതുല്യ ഗ്രന്ഥമാണിത്. ജീവിത വിജയം കൈവരിക്കാനുള്ള ശ്രീകൃഷ്ണന്റെ സന്ദേശങ്ങൾ ഇതിലടങ്ങിയിരിക്കുന്നു. ലോകമെമ്പാടുമുള്ള വിവിധ മഹാന്മാരെയും അനവധി വ്യക്തികളെയും സ്വാധീനിച്ച, ഇപ്പോഴും നിരവധി പേരുടെ ജീവിത വഴികാട്ടിയായി മാറിക്കൊണ്ടിരിക്കുന്ന കാവ്യഭാഗമാണ് ഭഗവത്ഗീത. അപ്പോൾ ഭഗവത്ഗീതയ്ക്ക് എന്താണിത്ര പ്രത്യേകത? എങ്ങനെയാണത് മനസ്സിനെ ഉയർന്ന തലങ്ങളിലെത്തിക്കുന്നത്? എന്തായിരിക്കും ഭഗവാന്റെ ഈ ഉപദേശങ്ങൾക്കു പിന്നിലെ മായാജാലം?